ലോകം മാറ്റത്തിന് വിധേയമാകണം. കാരണം അത് സൃഷ്ടിയാണ്. സൃഷ്ടി എന്ന് പറഞ്ഞാൽ അത് മാറ്റത്തിന് വിധേയമാകുന്നതാണ്. സൃഷ്ടാവ് മാറ്റമില്ലാത്തതാണ്. ലോകം എന്ന് പറഞ്ഞാൽ ഭൂമി എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം. സൗരയൂഥങ്ങളിലെ 11 ഗ്രഹങ്ങൾ ഒരുമിച്ച് കൂടിയതും ലോകമല്ല. അറബി കിതാബുകൾ എടുത്തു നോക്കിയാൽ ആലം എന്ന വാചകത്തിന്റെ നേർ അർത്ഥമാണ് വേൾഡ്, ലോകം. അതിന്റെ അർത്ഥം, അതിന്റെ താരീഫ് വളരെ വ്യക്തമായി പറഞ്ഞു. മാസിബൽ ബാരി, അല്ലാഹു തആല അല്ലാത്ത എല്ലതും ലോകം എന്ന് പറയുന്ന ആലമിൽപ്പെട്ടതാണ്. അല്ലാഹുവാകുന്ന സൃഷ്ടാവായ തമ്പുരാൻ ആലമിൽപ്പെട്ടതല്ല. എന്തുകൊണ്ട്? അല്ലാഹു ആലമിൽപ്പെട്ടതായിരുന്നുവെങ്കിൽ സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാണെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ആലം എന്ന വാചകത്തിന്റെ അർത്ഥം അല്ലാഹുവല്ലാത്ത എല്ലതും. അല്ലാഹുവല്ലാത്ത എല്ലതും സൃഷ്ടിയാണ്. സൃഷ്ടികൾ മുഴുവനും നാശത്തിന് വിധേയമാവുന്നവരാണ്. അല്ലാഹുവാണെങ്കിലോ നാശമില്ലാത്ത, ലാ ഇബ്തിദാഅ ലഹു വലാ ഫനാഅ ലഹു, തുടക്കമില്ലാത്തവനും നാശമില്ലാത്തവനുമാണ്. അവനാണ് തമ്പുരാൻ, അവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ബഹുമാനമുള്ളവരെ, അപ്പൊ ഈ ലോകം അത് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അനുദിനം സെക്കൻഡ് കൊണ്ട് മാറുകയാണ്. നോക്കൂ നിങ്ങൾ, ഇപ്പോ ഇത് ഞാൻ കോഴിക്കോട് നിങ്ങൾ വരുമ്പോ കോഴിക്കോട് ടൗണിൽ വെച്ച് ഉഗ്രം മഴയാണ്. ഉഗ്രം മഴ എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്താൽ കണ്ട് ആസ്വദിക്കാൻ പറ്റാത്ത അതിമനോഹരമായിരിക്കുന്ന നാച്ചുറൽ എന്നൊക്കെ പറയുന്ന പ്രകൃതി സൗന്ദര്യം. മഴ ഏറ്റവും വലിയ സൗന്ദര്യമുള്ളൊരു സംഗതിയാണ്. അത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ ആകാശത്തേക്ക് വെള്ളം പമ്പ് ചെയ്തിട്ട് കൊണ്ട് മഴ പെയ്യിപ്പിച്ചാൽ മഴയാവില്ല. തമ്പുരാനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ ശക്തി കൊണ്ട് പെയ്തിറപ്പിക്കുന്ന വെള്ളം അത് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നത് കാണാൻ അതീവ സൗന്ദര്യമാണ്. അതീവ സൗന്ദര്യമാണ് അതിന്. ആവട്ടെ, ആ ശക്തിയായ പേമാരിയാണ് കോഴിക്കോട്. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 6-7 കിലോമീറ്റർ വന്ന് നിങ്ങളെ കാരന്തൂർ എത്താനാകുമ്പോൾ അല്പസ്വല്പമൊക്കെ ഒരു തുള്ളിയുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ കുറച്ച് സ്ഥലത്ത് തീരെയില്ല. നമ്മൾ ഇന്ന് ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ചാണ്. കാലാവസ്ഥാ ഗവേഷകന്മാരെ നമ്മളോട് വിളിച്ചു പറഞ്ഞ് ഹിമാലയ പർവ്വതത്തിന്റെ ഭാഗത്തെ മഞ്ഞുരുക്കം വർദ്ധിപ്പിച്ചു പോയ കാരണം കൊണ്ട് അടുത്ത 10 വർഷത്തിന്റെ ഉള്ളിൽ ലോകം മരുഭൂമിയാകാൻ പോകുകയാണ്. മഴയുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. പറഞ്ഞ് നാക്കെടുത്ത് 12 മണിക്കൂർ തികയുന്നതിന്റെ മുമ്പേ അത് പറഞ്ഞ തിരുവനന്തപുരത്ത് മഴ പെയ്ത് തമ്പാനൂരിലുള്ള മുഴുവൻ വീട്ടിലും വെള്ളം കയറി പോലീസും ഫയർഫോഴ്സും വന്നിട്ട് പല വീടുകളിൽ നിന്നും ആളെ ഇറക്കിയത്. ഇപ്പൊ ഒരു 4 മാസം മുമ്പുള്ള കഥയാ പറയണത്. കേരളം മരുഭൂമിയാകാൻ പോകാന്ന് ഫത്വ കൊടുത്ത തിരുവനന്തപുരത്ത് അവര് നാക്കെടുക്കുന്നതിന് മുമ്പേ തമ്പുരാൻ ഇറക്കി ആകാശത്തുനിന്ന് വെള്ളം. 6 മണിക്കൂർ കറക്റ്റ് ആയിട്ടുള്ള മഴ. അല്ലാഹു പറഞ്ഞില്ലേ അവന്റെ ഖുർആനില്, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. മേഘപാളികളിൽ നിന്ന് വെള്ളം ഇറക്കി വിടുന്നവൻ ഞാനാണോ നിങ്ങളാണോ? അള്ളാഹ്ക്ക് സംശയം ഉണ്ടായിട്ട് ചോദിച്ചല്ല, സംശയം ഉണ്ടായിട്ടല്ല ഈ ചോദ്യം. ആളെ ഒന്ന് കളിയാക്കിക്കൊണ്ടുള്ള ചോദ്യ. ഞാനാ നിങ്ങളാ? നമുക്കറിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കാറുണ്ട്, ഇയ്യാ വലുത് ഞാനാ വലുതെന്ന്. നമുക്കറിയാം നമ്മൾ തന്നെ വലുതെന്ന്, അല്ലെങ്കിൽ നമുക്കറിയാം അവൻ തന്നെ വലുതെന്ന്. എന്നാലും ഒരു ചോദ്യം, ആ ചോദ്യം സാധാരണ ചോദ്യമല്ല. അല്ലാഹു ചോദിച്ചില്ലേ വിശുദ്ധ ഖുർആനില്, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. മേഘപാളികളിൽ നിന്ന് വെള്ളം ഇറക്കി വിടുന്നവൻ ഞാനാണോ നിങ്ങളാണോ? ആധുനിക സയന്റിസ്റ്റിന് ഇന്ന് വരെ അതിന് മറുപടി ഉണ്ടോ? നോ. അവ പറഞ്ഞു തീരുന്നതിന്റെ മണിക്കൂറുകൾക്കുള്ളില് തിരുവനന്തപുരം നഗരത്തെ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു തമ്പുരാൻ. പിന്നെയോ
42 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടാണ് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും അധികം ചൂടുള്ള സ്ഥലമാണ് പാലക്കാട്. പാലക്കാട്ട് നിന്ന് ചില ഏമാന്മാര് പോയി ഇവിടെ ഏറ്റവും അധികം ചൂട് കൂടാനുള്ളതിനെ പറ്റി സർവേ നടത്തിയിട്ട് അവർ പറഞ്ഞ റിപ്പോർട്ടിൽ പറഞ്ഞത് പാലക്കാട് പടുത്ത് 2 മാസത്തിൻ്റെ ഉള്ളിൽ മഴ പെയ്യില്ല എന്നാ. തമ്പുരാനെ അനുഗ്രഹിച്ച് മിനിഞ്ഞാന്ന് ഇടിവെട്ടി മഴ പെയ്ത് പാലക്കാട് ടൗണിന്റെ പ്രദേശത്ത് കൊയ്ഞ്ഞമ്പാറ മുതൽ ഇറ്റപ്പള്ളി വരെയുള്ള സ്ഥലത്തൊക്കെ കരണ്ട് പോയി, പോസ്റ്റ് വീണ് ഉഗ്ര മഴ. കാലാവസ്ഥക്കാര് പറയുന്നതോ 2 മാസം പാലക്കാട്ട് ജനങ്ങൾക്ക് വെള്ളമില്ല. അള്ളാഹു ചോദിച്ചില്ലേ, അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. സൃഷ്ടിക്കുന്നവൻ നിങ്ങളാണോ നമ്മളാണോ? മേഘപാളികൾ എന്ന് വെള്ളം ഇറക്കി തരുന്നവൻ നിങ്ങളാണോ നമ്മളാണോ? ഇങ്ങനെ ഒരുപാട് ചോദ്യം അല്ലാഹു തആല ചോദിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ ലോകം മാറുകയാണ് എന്ന് പറഞ്ഞ വാചകത്തിന് വല്ല അർത്ഥമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ലോകം മാറുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ലോകത്തിന് വല്ല മാറ്റം സംഭവിക്കുന്നുണ്ടോ? ബുദ്ധിയുള്ളവരോട് പറയാനുള്ളത് ലോകം മാറുന്നില്ല എന്നാണ്. ലോകം മാറുന്നില്ല, അവസ്ഥകൾ മാറുന്നില്ല. പിന്നെ നാം കാണുന്ന മാറ്റമോ അത് കൃത്രിമം മാത്രമാണ്. അത് മനുഷ്യരായ നമ്മളുടെ പ്രവൃത്തി ദൂഷ്യം കൊണ്ട്, മനുഷ്യരായ നമ്മുടെ ഗുരുത്തക്കേട് കൊണ്ട് ലോകത്ത് സംഭവിച്ചു പോകുന്ന ചില വ്യതിയാനങ്ങളാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. കടലിലുണ്ടാകുന്ന മുസീബത്താവട്ടെ, കരയിൽ നിന്നുണ്ടാകുന്ന മുസീബത്താവട്ടെ, ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യരുടെ കയ്യിന്റെ പ്രവർത്തന ഫലമായിട്ടല്ലാതെ, മനുഷ്യർ പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമായിട്ടല്ലാതെ കടലിലായാലും കരയിലായാലും ഒരു മുസീബത്ത് സംഭവിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, 2010 ലോകാരോഗ്യ സംഘടനയുടെ സർവേ പ്രകാരം പറയുന്നത് 2050 കൊല്ലം വന്നാൽ ലോക ജനസംഖ്യയിലെ 20% ആളുകൾക്ക് ക്യാൻസർ ഉറപ്പാ. മോനെ, ക്യാൻസർ വരാനുള്ള സാധ്യത എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന്, പുകവലി. പുകവലിക്കുന്നവന് ക്യാൻസറിന് സാധ്യതയുണ്ട്, ഡെഫിനിറ്റ്. 2, പുകയിലെ ഉൽപ്പന്നങ്ങള്, പാൻപരാഗ്, ഹാൻസ് പോലത്തെ വസ്തുക്കൾ ഉപയോഗിക്കുന്നവന് ക്യാൻസറിന് സാധ്യതയുണ്ട്. മദ്യപാനം കൂടുതൽ ഉപയോഗിക്കുന്നവന് ലിവർ ക്യാൻസറും സ്റ്റൊമക്ക് ക്യാൻസറും വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കാരണങ്ങൾ പറഞ്ഞതാ. പക്ഷേ നമ്മുടെ നാട്ടിൽ പുകവലിക്കാത്തവന് ക്യാൻസർ ഇല്ലേ? ഉണ്ട്. കള്ളു കുടിക്കാത്തവന് ക്യാൻസർ ഇല്ലേ? ഉണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു? പുകവലിക്കാത്തവനും കള്ളു കുടിക്കാത്തവനും ക്യാൻസർ ഉണ്ടാകുന്നു. ആരാണ് അതിന്റെ ഉത്തരവാദി? അവനാണോ അള്ളയാണോ? അള്ളാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞതോ? അള്ളാഹു പറയുന്നു, ഞാൻ ആക്രമിക്കുന്നവനെ അല്ല, ഞാൻ ഒരാളെ ആക്രമിക്കുന്നവനല്ല, വിശുദ്ധ ഖുർആൻ. എന്നാൽ കള്ളു കുടിക്കാത്തവന്റെ വയറിൽ എങ്ങനെ ക്യാൻസർ വന്നു? ബീഡി വലിക്കാത്തവന്റെ ലിവറിനെങ്ങനെ, അവന്റെ ശ്വാസകോശത്തിന് എങ്ങനെ ക്യാൻസർ വന്നു? ചിന്തിക്കേണ്ട കാര്യമാണത്. എന്നാൽ അള്ളാഹു പറഞ്ഞു വെച്ചതോ, ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യന്മാരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ലോകത്തുണ്ടാകുന്ന സകലമാല മുസീബത്തുമെന്ന് വിശുദ്ധ ഖുർആൻ. കള്ളു കുടിക്കാത്തവൻ എങ്ങനെ ക്യാൻസർ ഉണ്ടാകുന്നു? പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് കൂടുതൽ പഠനം നടത്തിയപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത്, നാം ആകാശത്തിലേക്ക് തൊടുത്തുവിടുന്ന മിസൈലുകളും പേടകങ്ങളും ഉപഗ്രഹങ്ങളുമൊക്കെ അന്തരീക്ഷത്തെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാലാനാകാശത്ത് ഉദിച്ചുയർത്തി നിർത്തിയിരിക്കുന്ന ഭൂമിയിൽ നിന്ന് 15 കോടി പ്രകാശവർഷമകലെ സ്ഥിതി ചെയ്യുന്ന നാലാനാകാശത്തിൽ നിലകൊള്ളുന്ന സൗരയൂഥങ്ങളിലെ ഏറ്റവും വലിയ ഗ്രഹമായ സൂര്യനുണ്ടല്ലോ,
ആ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കപ്പെടുന്ന മാരകമായ അൾട്രാവയലറ്റ് രശ്മികൾ ഉണ്ടല്ലോ, ആ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് നേരെ വന്ന് പതിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിൽ മനുഷ്യനെന്നല്ല, മൃഗമെന്നല്ല, ചരാചരങ്ങൾ എന്നല്ല, പുല്ലുപുഷ്പങ്ങൾ പോലും കരിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് സൂര്യനെ പടച്ച തമ്പുരാൻ നാലാനാകാശത്ത് കൊണ്ടുപോയിട്ട് സൂര്യനെ നിർത്തിയപ്പോൾ അതിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന പ്രകാശത്തിന്റെ മാരകമായ വിഷാംശങ്ങളെ തടഞ്ഞു നിർത്താൻ ഒന്നാനാകാശത്തിന്റെയും ആ ഭൂമിന്റെയും ഇടയിൽ ഒരു ഫിൽട്രൈസ്ഡ് സംവിധാനം ചെയ്തു വെച്ചു. അതിന്റെ പേരാണ് നമ്മൾ ചരിത്രത്തിൽ പഠിച്ച ഓസോൺ പാളികൾ. കണ്ടാ, ഓസോൺ പാളികൾ വായിച്ചു പഠിക്കുന്ന കുട്ടികൾക്കറിയാം. ഓസോൺ പാളി എന്ന് പറഞ്ഞാൽ എന്താ മോനെ? ഒന്നാനാകാശത്തിന്റെയും ഭൂമിന്റെ ഇടയില് ഒരു ഫിൽട്ടർ വെച്ചിട്ടുണ്ട് അല്ലാഹു തആല. സൂര്യന്റെ പ്രകാശം നേരിട്ട് ഭൂമിയിൽ പതിച്ചാൽ ക്യാൻസർ ഉറപ്പാൻ. സൂര്യനിൽ നിന്ന് വരുന്ന മാരകമായിരിക്കുന്ന രശ്മിയുടെ പേരാണ് അൾട്രാവയലറ്റ് രശ്മി. അത് ഭൂമിയിലേക്ക് നേരിട്ട് പതിക്കാൻ പാടില്ല. അതിന് സൂര്യനെ പഠിച്ച അല്ലാഹു ഒന്നാനാകാശത്തിന്റെയും ഭൂമിന്റെ ഇടയില് ഒരു അരിപ്പ പണിത് വെച്ചു, ഫിൽട്ടർ. ആ ഫിൽട്ടറിലിട്ട് അരിച്ചിട്ടാണ് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരുന്നത്. നാം ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് മിസൈലുകളും റോക്കറ്റുകളും അതുപോലെ തന്നെ ഉപരി പഠനത്തിന് വേണ്ടിയുള്ള വലിയ വലിയ പേടകങ്ങളും പറഞ്ഞയച്ചപ്പോ ഓസോൺ പാളികളെ തുളച്ചുകൊണ്ട് വിള്ളലുണ്ടാക്കി. ഓസോൺ പാളികളെ തുളച്ചുകൊണ്ട് വിള്ളലുണ്ടാക്കിയപ്പോൾ ആകാശത്ത് നിലകൊള്ളുന്ന സൂര്യനിൽ നിന്ന് മാരകമായിരിക്കുന്ന ക്യാൻസറിന് സാധ്യതയുള്ള സൂര്യപ്രകാശം തട്ടുതടവില്ലാതെ ഭൂമിയിൽ വന്നു. അങ്ങനെ ബീഡി വലിക്കാത്തവനും ക്യാൻസർ ഉണ്ടായി, കള്ളു കുടിക്കാത്തവനും ക്യാൻസർ ഉണ്ടായി. അല്ലാഹു പറയുന്നു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് യദുന്നാസ്. ക്യാൻസർ ഉണ്ടാക്കുന്നത് നിങ്ങളാണ്, എയ്ഡ്സ് ഉണ്ടാക്കുന്നത് നിങ്ങളാണ്, ട്യൂമർ ഉണ്ടാക്കുന്നത് നിങ്ങളാണ്, മാരക രോഗം ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. അല്ലാഹു പറയുന്നു, നമ്മളല്ല. അല്ലാഹു നിരപരാധിയാ. അപ്പൊ നമ്മൾ എന്താ പറയാറുള്ളത്? ഒരുത്തൻ കള്ളുടിക്കണില്ല, ബീഡിയും വലിക്കണില്ല, വ്യഭിചരിക്കണമില്ല, നല്ല മനുഷ്യൻ, ക്യാൻസർ പിടിച്ചു. അപ്പൊ നമ്മൾ പറയും ഒന്നും പറയാനില്ല, അള്ളാടെ വിദ്യ. പാരാപ്രതി അല്ലേ? കേട്ടാ തോന്നും അള്ളാഹ്ക്ക് പിന്നെ എന്തോലും ദേഷ്യമുള്ളത് കൊണ്ട് പിന്നെ ഒതുക്കാൻ വേണ്ടി കൊടുത്തൊരു മാരകരോഗാണ്. നോ, അള്ളാഹു ചെയ്തു വെച്ചതല്ലാതെ അള്ളാഹു ചെയ്തു വെച്ചതിന് മനുഷ്യന്മാരെ എതിര് പ്രവർത്തിച്ചപ്പോ അതിന്റെ സൈഡ് എഫക്ട്, അതിന്റെ റിയാക്ഷൻ, അതാണ് ഭൂമിയിൽ കാണുന്ന ക്യാൻസർ. അതുകൊണ്ട് ഓസോൺ പാളികളുടെ തകർച്ചയുടെ നിമിത്തമായി 2050 വരുമ്പോ ലോക ജനസംഖ്യയിലെ 20% ആളുകള് ഡെഫിനറ്റായി മാരകമായിരിക്കുന്ന ട്യൂമർ എന്ന് പറയുന്ന ക്യാൻസറിന്റെ അടിമകളായി തീരുമെന്നാ പറയണത്. ഖുർആൻ പറയുന്നു, ബിമാ കസബത് അയ്ദിന്നാസ്. കണ്ടോങ്ങള്, ലോകം മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്,